ദശകം 57 പ്രലംഭാസുരവധം. രാമസഖക്വാപിദിനെ കാമദ ഭഗവൻ ഗതോ ഭവാൻ വിപിനം സൂനുഭിരപി ഗോപാനാം ധേനുഭിരപി സംവൃതോ ലസദ്വേഷ. രാമസഖഃ ക്വ അപി ദിനെ കാമദ ഭഗവൻ ഗതോ ഭവാൻ വിപിനം സൂനുഭിഃ അപി ഗോപാനാം ധേനുഭിഃ അഭിസംവൃതഃ ലസദ്വേഷഃ. രാമസഖഃ ബലരാമനോട് കൂടിയവനായ ശ്രീകൃഷ്ണ ഭഗവാൻ ക്വ അഭിദിനെ ഒരു ദിവസം ഗതഃ ഭവാൻ വിപിനം അങ്ങ് കാട്ടിലേക്ക് പോയില്ലേ. ബലരാമസഹിതനായ അങ്ങ് ഒരു ദിവസം കാട്ടിലേക്ക് പോയത് സൂനുഭിഃ അഭി ഗോപാനാം ധേനുഭിഃ അഭിസംവൃതഃ ലസദ്വേഷഃ. ഗോപാനാം സൂനുഭിഃ ഗോപകുമാരന്മാരുമായും ധേനുഭിഃ അഭിസംവൃതഃ പശുക്കളുടെ കുട്ടികളോടും അല്ലെങ്കിൽ പശുക്കളും ഒക്കെ ആയിട്ട് ചുറ്റപ്പെട്ടവരായിട്ട് ലസദ്വേഷഃ മനോഹരമായ വേഷവിധാനങ്ങൾ കൂടിയവരായിട്ട് നിങ്ങൾ കാട്ടിലേക്ക് പുറപ്പെട്ടില്ലേ. അല്ലയോ വരദ, വരങ്ങളെയെല്ലാം ദാനം ചെയ്യാൻ കഴിവുള്ളവനായ ഭഗവാനെ, അങ്ങ് ഒരു ദിവസം ബലരാമസഹിതനായിട്ട് മനോഹരമായ വേഷത്തോടുകൂടി പശുക്കളും ഗോപകുമാരന്മാരും ഒക്കെയായി കാട്ടിലേക്ക് പോയില്ലേ. അപ്പോൾ കാളിയമർദ്ദനം എന്ന ലീല നടന്ന ആ സമയത്ത് ഭഗവാൻ കാളിന്തിയിലേക്ക് പോയത് ബലരാമനെ കൂടാതെയായിരുന്നു. അപ്പോൾ ഈ ഒരു ലീലയ്ക്കായിട്ട് അല്ലെങ്കിൽ പ്രലംബാസുരൻ എന്ന അസുരനെ വധിക്കുന്നതിനായിട്ടുള്ള ആ ലീലയ്ക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ആമുഖമായിട്ട് തന്നെ ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ് പോയത് ബലരാമസഹിതനായിട്ടാണ്. രാമസഖക്വാപിദിനെ കാമദ ഭഗവൻ ഗതോ ഭവാൻ വിപിനം സൂനുഭിരപി ഗോപാനാം ധേനുഭിരപി സംവൃതോ ലസദ്വേഷ. സന്ദർശയൻ ബലായ സ്വൈരം വൃന്ദാവനശ്രിയം വിമലാം കാണ്ഡീരൈ സഹബാലൈർഭാണ്ഡീരകമാഗമോ വടം ക്രീഡൻ. സന്ദർശയൻ ബലായ സ്വൈരം വൃന്ദാവനശ്രിയം വിമലാം കാണ്ഡീരൈഃ സഹ ബാലൈഃ ഭാണ്ഡീരകം ആഗമഃ വടം ക്രീഡൻ. സന്ദർശയൻ ബലായ, ബലരാമനെ ഈ വൃന്ദാവനശ്രിയം വിമലാം, വളരെ മനോജ്ഞമായിരിക്കുന്ന വൃന്ദാവനത്തിൻ്റെ ഐശ്വര്യത്തെയൊക്കെ സ്വൈരം സന്ദർശയൻ, വളരെ സ്വൈരമായിട്ട് കാണിച്ചു കൊടുക്കുന്നതിനായിക്കൊണ്ട് ഭഗവാൻ ബലരാമനോടൊപ്പം കാട്ടിലേക്ക് നടന്നു. അങ്ങനെ നടന്ന് കാണ്ഡീരൈഃ സഹ ബാലൈഃ ഭാണ്ഡീരകമാഗമഃ, അവരുടെ കയ്യിൽ വത്സങ്ങളെയൊക്കെ അല്ലെങ്കിൽ ഗോക്കളെയൊക്കെ നയിക്കുന്നതിന് വേണ്ടതായ വടിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കയ്യിൽ വടികളും പിടിച്ചുകൊണ്ട് ഇവർ ഭാണ്ഡീരകം ആഗമഃ വടം ക്രീഡൻ, അവിടെ ഭാണ്ഡീരകം എന്ന പേരാളിൻ്റെ ചുവട്ടിൽ എത്തി എന്നാണ് പറയുന്നത്. ഭാണ്ഡീരകം എന്ന പേരായ വടം, ആൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ എത്തി. അപ്പോൾ വൃന്ദാവനത്തിലെ വനഭംഗിയെല്ലാം നന്നായി ബലരാമദേവനെ കാണിച്ചു കൊടുത്തുകൊണ്ട് കാട്ടിലൂടെ സഞ്ചരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ഗോപകുമാരന്മാരും കയ്യിൽ ഗോക്കളെ നയിക്കുന്നതിന് വേണ്ടതായ വടിയും ഒക്കെ കരുതിക്കൊണ്ട് അവർ ഭാണ്ഡീരകം എന്നു പേരായ പേരാലിൻ്റെ ചുവട്ടിലേക്ക് എത്തിച്ചേർന്നു. സന്ദർശയൻ ബലായ സ്വൈരം വൃന്ദാവനശ്രിയം വിമലാം കാണ്ഡീരൈ സഹബാലൈർഭാണ്ഡീരകമാഗമോ വടം ക്രീഡൻ. താവത്താവകനിധന സ്പൃഹയാലുർഗോപമൂർത്തിരതയാലു ദൈത്യ പ്രലംബനാമ പ്രലംബബാഹും ഭവന്തമാപേദേ. താവത് താവകനിധന സ്പൃഹയാലു ഗോപമൂർത്തി അതയാലു
ദൈത്യ പ്രലംബനാമ പ്രലംബബാഹും ഭവന്തം ആപേദേ താവകനിധന സ്പൃഹയാലുഹു ഗോപമൂർത്തി അദയാലുഹു. അദയാലുഹു യാതൊരു ദയയുമില്ലാത്തവനായ ദൈത്യ പ്രലംബനാമ പ്രലംബൻ എന്നു പേരായ ഒരു ദൈത്യൻ, ഒരു അസുരൻ, താവകനിധന സ്പൃഹയാലുഹു അങ്ങയെ വധിക്കുവാൻ ആഗ്രഹമുള്ളവനായിട്ട് താവത് ഭവന്തം ആപേദേ ആ സമയത്ത് അങ്ങയുടെ അടുത്തേക്ക് വന്നു. എങ്ങനെയുള്ള ഗുരുവായൂരപ്പനാണ്? പ്രലംബബാഹും ആജാനുബാഹുവായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് ആ പ്രലംബൻ എന്നു പേരായ അസുരൻ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗോപന്മാരും ഗോക്കളും ഒക്കെ ആയിട്ട് ബലരാമ സഹിതനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭാണ്ഡീരകം എന്ന പേരാളിൻ്റെ ചുവട്ടിലേക്ക് എത്തിയ ആ സമയത്ത് അങ്ങയെ വധിക്കണം എന്ന് മനസ്സിൽ ഉറച്ചിട്ടുള്ള യാതൊരു ദയയുമില്ലാത്തവനായ പ്രലംബൻ എന്നു പേരായ അസുരൻ ആജാനുബാഹുവായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു. താവകനിധന സ്പൃഹയാലുർഗോപമൂർത്തിരതയാലു ദൈത്യ പ്രലംബനാമ പ്രലംബബാഹും ഭവന്തമാപേദേ ജാനന്നപ്യവിജാനന്നിവ തേന സമം നിബദ്ധ സൗഹാർദ വടനികടേ പടുപശുഭവ്യാബദ്ധം ദ്വന്ദ്വയുദ്ധമാരബ്ധ ജാനൻ അപി അവിജാനൻ ഇവ തേന സമം നിബദ്ധ സൗഹാർദ വടനികടേ പടുപശുഭവ്യാബദ്ധം ദ്വന്ദ്വയുദ്ധം ആരബ്ധാഹ. ജാനൻ അപി അവിജാനൻ ഇവ. ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാം അറിയുന്നയാളാണ്. പക്ഷേ എന്നിരുന്നാലും ഒന്നും അറിയാത്തവൻ എന്ന പോലെ തേന സമം അവനോടൊപ്പം നിബദ്ധ സൗഹാർദ വളരെയധികം സൗഹൃദത്തോടുകൂടി പെരുമാറി. അവൻ്റെ ഉള്ളിൽ ഇപ്പം എന്താണെന്ന് ശ്രീകൃഷ്ണ ഭഗവാന് മനസ്സിലായി എങ്കിലും അതൊന്നും പുറമേക്ക് കാണിക്കാതെ അയാളോട് വളരെ സൗഹൃദം കാണിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ. എന്നിട്ട് വടനികടെ പടുപശുഭവ്യാബദ്ധം ആ പേരാളിൻ്റെ ചുവട്ടിൽ പടുപശുഭവ്യാബദ്ധം ഈ പശുപന്മാർക്കിടയിലും ഗോപാലന്മാർക്കിടയിലും ആജാനുബാഹുക്കളായുള്ളവർ മാത്രം രണ്ട് ചേരിയിൽ തിരിഞ്ഞിട്ട് ദ്വന്ദ്വയുദ്ധം ആരബ്ധാഹ അങ്ങനെ ഒരു ഗുസ്തി കളി തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണോ ശരീരത്തിന് വേണ്ടത്ര ബലമില്ലാത്തത് അല്ലെങ്കിൽ അത്ര ആജാനുബാഹുവൊന്നുമല്ലാത്തത് അവരൊക്കെ കാണികളായി ഇരുന്നു. ശരീരത്തിന് മിടുക്കുള്ള ആളുകളൊക്കെ ഈ പ്രകാരമുള്ള കളിയിൽ ഏർപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ജാനന്നപ്യവിജാനന്നിവ തേന സമം നിബദ്ധ സൗഹാർദ വടനികടേ പടുപശുഭവ്യാബദ്ധം ദ്വന്ദ്വയുദ്ധമാരബ്ധ ഗോപാൻ വിഭജ്യതന്വൻ സംഘം ബലഭദ്രകം ഭവത്കമപി ത്വദ്ബലഭീരും ദൈത്യം ത്വദ്ബലഗതമന്യമന്യഥാ ഭഗവൻ. ഗോപാൻ വിഭജ്യതന്വൻ സംഘം ബലഭദ്രകം ഭവത്കം അപി ത്വദ്ബലഭീരും ദൈത്യം ത്വദ്ബലഗതം അന്യമന്യഥാ ഭഗവൻ. ഗോപാൻ വിഭജ്യതന്വൻ സംഘം ബലഭദ്രകം ഭവത്കം അപി. ഈ ഗോപന്മാരെയൊക്കെ വിഭജിച്ചു രണ്ട് ചേരികളിലായി വിഭജിച്ചു, രണ്ട് സംഘങ്ങളിലായി വിഭജിച്ചു. ഒന്ന് ബലഭദ്രകം, ഒന്ന് ബലഭദ്രൻ്റേതും മറ്റേത് ഭവത്കം, മറ്റേത് ശ്രീകൃഷ്ണ ഭഗവാന്റേതുമായ രണ്ട് ചേരികളിലായി ഗോപന്മാരെയൊക്കെ വിഭജിച്ചു. ത്വദ്ബലഭീരും ദൈത്യം. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബലത്തിൽ ഭയമുണ്ടായിരുന്ന ഈ പ്രലംബൻ എന്നു പേരായ ദൈത്യൻ അസുരൻ എന്ത് ചെയ്തു? ത്വദ്ബലഗതമന്യമന്യഥാ ഭഗവൻ, അങ്ങയുടെ ബലത്തിൻ്റെ അങ്ങയുടെ ചേരിയുടെ കൂട്ടത്തിലായിട്ട് ചേർക്കപ്പെട്ടു. അപ്പോൾ ഈ പ്രലംബാസുരൻ്റെ മനസ്സിൽ ഭയമുണ്ടെന്ന് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണ ഭഗവാൻ അയാളെ തൻ്റെ ചേരിയിൽ ചേർക്കാനായിട്ട് ഭഗവാൻ തീരുമാനിച്ചു. രണ്ട് ചേരികളിലായിട്ട് ഗോപന്മാരെയൊക്കെ വിഭജിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ
ഒരു ചേരിക്ക് നേതൃത്വം നൽകുകയും മറുചേരിക്ക് ബലഭദ്രര് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ആ കളിയിൽ ശ്രീകൃഷ്ണ ഭഗവാനോട് ഭയം തോന്നിയ പ്രളംബാസുരനെ തൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഭഗവാൻ അനുവദിച്ചു. ഗോപാൻ വിഭജ്യ തന്വൻ സംഘം ബലഭദ്രകം ഭവത്കമപി ത്വദ്ബലഭീരും ദൈത്യം ത്വദ്ബലഗതമന്വമന്യഥാ ഭഗവൻ കൽപ്പിത വിജേതൃവഹനെ സമരേ പരയൂതകം സ്വദൈതതരം ശ്രീധാമ കൽപ്പിത വിജേതൃവഹനെ സമരേ പരയൂഥകം സ്വദൈതതരം ശ്രീദാമാനമധത്ത പരാജിതോ ഭക്തദാസദാം പ്രദയൻ. കൽപ്പിത വിജേതൃവഹനെ സമരേ പരയൂഥകം സ്വദൈതതരം ശ്രീദാമാനം അദത്താഹ പരാജിതഃ ഭക്തദാസദാം പ്രദയൻ. കൽപ്പിത വിജേതൃവഹനെ സമരേ, ഈ ഒരു കളിയിൽ, ഈ ദ്വന്ദ്വയുദ്ധമാകുന്ന കളിയിൽ ആരാണോ തോൽക്കുന്നത് ആ തോൽക്കുന്നവർ ജയിച്ചയാളെ എടുത്തുകൊണ്ട് ഓടണം എന്നുള്ളതാണ് ഈ കളിയുടെ വ്യവസ്ഥ. അപ്രകാരം ഒരു വ്യവസ്ഥയോടുകൂടിയ ആ കളിയിൽ പരയൂഥകം സ്വദൈതതരം ശ്രീദാമാനം, എതിർചേരിയിലുണ്ടായിരുന്ന തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്ന ശ്രീദാമാവിനെ ജയിക്കാൻ ഭഗവാൻ അനുവദിച്ചു എന്നാണ്. ഇത്ര ആജാനുബാഹുവായിരിക്കുന്ന അല്ലെങ്കിൽ സകല ശക്തിയുടെയും സ്രോതസ്സായിരിക്കുന്ന ഭഗവാൻ എങ്ങനെയാണ് മറ്റൊരാളോട് തോൽക്കുക? ഒരിക്കലും അങ്ങനെ തോൽക്കുകയില്ല. പക്ഷേ തൻ്റെ ഭക്തന്റെ മുൻപിൽ എപ്പോഴും ഭഗവാൻ തോറ്റു കൊടുക്കാറുണ്ട്. പരാജിത ഭക്തദാസതാം പ്രദയൻ, താൻ ഭക്തന്റെ ദാസനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതിനായിക്കൊണ്ട് അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നതിനായിക്കൊണ്ട് ഭഗവാൻ ഈ ശ്രീദാമാവിൻ്റെ മുൻപിൽ തോറ്റുകൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ പരസ്പരം ഉള്ള ഈ ദ്വന്ദ്വയുദ്ധം എന്ന കളിയിൽ രണ്ടുപേർ തമ്മിൽ മല്ലയുദ്ധം നടത്തുമ്പോൾ ആരാണോ ജയിക്കുന്നത് അവർ തോൽക്കുന്നയാളാൽ എടുക്കപ്പെടണം എന്നുള്ള വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീദാമാവിനോട് മല്ലയുദ്ധം നടത്തി ഭഗവാൻ സ്വയം ശ്രീദാമാവിനോട് തോറ്റു കൊടുക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഭഗവാൻ തോറ്റു കൊടുത്തത് എന്നാൽ ഭഗവാൻ എപ്പോഴും ഭക്തന്മാർക്കാണ് പ്രാമുഖ്യം നൽകുന്നത്. എപ്പോഴും തൻ്റെ ഭക്തൻ ജയിക്കണം എന്നാണ് ഭഗവാന്റെ ആഗ്രഹം. അത് ഒരിക്കൽ കൂടി പ്രകടമാക്കിക്കൊണ്ട് ഭഗവാൻ ശ്രീദാമാവിൻ്റെ മുൻപിൽ തോറ്റു കൊടുക്കുന്നു. അല്ലെങ്കിൽ ഈ ത്രിഭുവനങ്ങളുടെയും ശക്തിയുടെ മുഴുവൻ സ്രോതസ്സായിരിക്കുന്ന ഭഗവാൻ എങ്ങനെയാണ് മറ്റൊരാൾക്ക് മുമ്പിൽ തോൽക്കുക? അതൊരിക്കലും സാധ്യമല്ല. എല്ലായ്പ്പോഴും ഭക്തന്മാരെ തന്നേക്കാൾ അധികം പരിഗണന നൽകുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യേകത. മഹാഭാരത യുദ്ധം കഴിഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ സ്വച്ഛന്ത മൃത്യു വരമായി ലഭിച്ചിരിക്കുന്ന ഭീഷ്മപിതാമഹൻ ശരശയ്യയിൽ കിടക്കുമ്പോൾ ദക്ഷിണായനം കഴിഞ്ഞ് ഉത്തരായണം വരട്ടെ എന്ന് പറഞ്ഞ് ആ ഉത്തരായണത്തെ പ്രതീക്ഷിച്ച് കിടക്കുന്നയാളാണ് എന്നാണ് നമുക്കെല്ലാം മഹാഭാരതത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. വാസ്തവത്തിൽ ഈ ഭീഷ്മപിതാമഹൻ ആഗ്രഹിച്ചിരുന്നത് ഉത്തരായണമൊന്നും ആയിരുന്നില്ല എന്ന് വേണം നമ്മൾ ഊഹിച്ചെടുക്കാൻ. കാരണം അവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദർശനം ഒന്ന് മാത്രം കാക്ഷിക്കുന്നവനായിരുന്നു ഭീഷ്മപിതാമഹൻ. ഭഗവത്ഗീതയിൽ പറയും, അന്ധകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കളേബരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ. അവസാന കാലത്ത് ആരാണോ എന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്നത് അവർ എന്നിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്. തന്നെയുമല്ല, ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യപ്രയാതി ത്യജൻ ദേഹം സയാതി പരമാം ഗതിം. ഓം എന്നുള്ള പ്രണവമന്ത്രം ഉച്ചരിച്ചുകൊണ്ട് എന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആരാണോ ശരീരം ഉപേക്ഷിക്കുന്നത് അവർ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന പദത്തെ പ്രാപിക്കും എന്നാണ് അവിടെയും ഗീതയിലൂടെ പറയുന്നത്.
അപ്പോൾ ഈ ഗീതാശ്ലോകങ്ങളിലെ സാരാംശത്തെ ഒക്കെ നമുക്ക് പ്രായോഗികമായി കാണിച്ചു തരുന്നത് പോലെ ആ ഭീഷ്മ പിതാമഹൻ തൻ്റെ അവസാന നിമിഷത്തിൽ ഭഗവത് ദർശനം നേടി സായുജ്യപ്പെടുവാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. അതിനുള്ള സാഹചര്യവും ഭഗവാൻ തന്നെയാണ് ഒരുക്കി കൊടുക്കുന്നത്. അതാണ് ഭഗവാന്റെ ദാസ സ്വഭാവം എന്ന് പറയുന്നത്. അവിടെ ധർമ്മപുത്രർ മഹാഭാരത യുദ്ധമെല്ലാം ജയിച്ചുവെങ്കിലും അത് കഴിഞ്ഞിട്ട് 3-4 മാസത്തോളം ഭരണകൃത്യങ്ങളിലൊക്കെ വ്യാപൃതനായിരുന്നുവെങ്കിലും ഈ ധർമ്മപുത്രർക്ക് എന്തെന്നില്ലാത്ത ഒരു മനോവ്യഥ അലട്ടുന്നതായിട്ട് ഭഗവാനോട് പരാതി പറഞ്ഞു. അപ്പോൾ ഭഗവാൻ വ്യാസരെയും ദൗമ്യരെയും കൃപരെയും ഒക്കെ ധർമ്മപുത്രരെ ഉപദേശിക്കുന്നതിനായിട്ട് നിയോഗിച്ചുവെങ്കിലും അവർക്കൊന്നും ധർമ്മപുത്രർക്ക് ഒരു ശാന്തിയെ നൽകാൻ സാധിച്ചില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ സ്വയം ധർമ്മപുത്രരെ ഉപദേശിച്ചുവെങ്കിലും അതിലും അദ്ദേഹം തൃപ്തനായില്ല. അപ്പോഴാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞത്, ഇനി ഒരാൾ മാത്രമേ ഈ ഭൂമിയിൽ അവശേഷിക്കുന്നുള്ളൂ, അത് ഭീഷ്മ പിതാമഹനാണ്. അദ്ദേഹം ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ ധർമ്മ ഉപദേശങ്ങളും നേടണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പാണ്ഡവരെ ഭഗവാൻ എത്തിക്കുകയായിരുന്നു. ആ ഭീഷ്മപിതാമഹൻ്റെ അടുത്ത് ചെന്ന് ധർമ്മപുത്രരെ തൻ്റെ എല്ലാ സംശയങ്ങളെയും നിവാരണം ചെയ്ത് ശ്രേഷ്ഠങ്ങളായ ധർമ്മങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. അതാണ് വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നത്, ശ്രുത്വാധർമാനശേഷേണ പാവനാനിജ സർവശ യുധിഷ്ഠിര ശാന്തനവം പുനരേവാഭ്യഭാഷത കിമേകം ദൈവതം ലോകെ കിം വാപ്യേകം പരായണം സ്തുബന്ധക്കം കമർച്ചന്ത പ്രാപ്നുയുർമാനവാശുഭം കോ ധർമ്മ സർവധർമാണാം ഭവതഃ പരമോമത കിം ജപൻ മുച്യതേ ജന്തുർജന്മ സംസാരബന്ധനാത്. ചോദിക്കുകയാണ്, ഏതൊരു ദേവനെ ഭജിച്ചാലാണോ മനുഷ്യർക്ക് ശ്രേയസ് ഉണ്ടാവുന്നത്, അത് അങ്ങനെ ഉപദേശിച്ചു തരണം എന്ന് യുധിഷ്ഠിരൻ പിതാമഹനോട് പറയുക. അപ്പോഴാണ് ഭീഷ്മപിതാമഹൻ ആ ശരശയിൽ കിടന്നുകൊണ്ട് പറയുന്നത്, ജഗത്പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം സ്തുവൻ നാമസഹസ്രേണ പുരുഷ സതതോത്ഥിത തമേവ ചാർച്ചയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം ധ്യായൻ സ്തുവൻ നമസ്യംശ യജമാനസ്തമേവജ. ഈ ജഗത്തിൻ്റെ മുഴുവൻ പ്രഭുവായിരിക്കുന്ന, ഈ ദേവന്മാർക്കും ദേവനായിരിക്കുന്ന, ആദ്യവും അന്തവുമില്ലാത്ത ഈ നാരായണൻ തന്നെയാണ് ഒരു മനുഷ്യൻ ശ്രേയസ്സനായിക്കൊണ്ട് ഉപാസിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഭീഷ്മപിതാമഹൻ ശ്രേഷ്ഠമായ വിഷ്ണു സഹസ്രനാമം ധർമ്മപുത്രർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഭഗവാൻ ആ ഭീഷ്മപിതാമഹൻ ആഗ്രഹിച്ച ഭഗവത് ദർശനം നൽകിക്കൊണ്ട് സ്വയം പിതാമഹനെ ദർശനവും നൽകിക്കൊണ്ട് ശ്രേഷ്ഠമായ വിഷ്ണു സഹസ്രനാമം ആ ഭീഷ്മപിതാമഹനിൽ നിന്ന് ശ്രവിച്ചുകൊണ്ട് അതിനുശേഷവും ഭാഗവതത്തിലെ സ്തവരാജൻ എന്നറിയപ്പെടുന്ന ഭീഷ്മസ്തുതിയും കൂടി സ്വീകരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ആ ഭീഷ്മ പിതാമഹന് സായുജ്യമുക്തി നൽകുന്നു എന്നാണ്. അവിടെ തൻ്റെ ഭക്തനെ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നതായ ഒരു രംഗത്തെക്കുറിച്ച് കൂടി ഭീഷ്മപിതാമഹൻ അനുസ്മരിക്കുന്നുണ്ട്. 10ാമത്തെ ദിവസം യുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയത്ത് ഓരോ ദിവസവും ഭീഷ്മപിതാമഹൻ 10,000-കണക്കിന് ദുഷ്ടന്മാരായ രാജാക്കന്മാരെ വധിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഭഗവാന്റെ അവതാരോദ്ദേശം തന്നെ രാജാക്കന്മാരെ, അധർമ്മമാർഗികളായവരെയൊക്കെ ഉന്മാർജനം ചെയ്യണം എന്ന് തന്നെയാണ്, അവരെയൊക്കെ ഇല്ലായ്മ ചെയ്യണം എന്നതാണ് ഭഗവാന്റെ അവതാരോദ്ദേശം. അപ്പോൾ ആയുധം എടുക്കാതെ നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന് വേണ്ടി തൻ്റെ അവതാരോദ്ദേശം നടപ്പാക്കിക്കൊണ്ടിരുന്നത് വാസ്തവത്തിൽ ഭീഷ്മപിതാമഹനായിരുന്നു. എതിർചേരിയിലായിരുന്നു എങ്കിലും
ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് തന്നെയാണ് ഭീഷ്മപിതാമഹനും 10,000-കണക്കിന് രാജാക്കന്മാരെ ദിവസവും കൊന്നൊടുക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ 10ാമത്തെ ദിവസം ഇത്രയധികം സൈന്യനാശം സംഭവിപ്പിച്ച ഈ ഭീഷ്മപിതാമഹനെതിരെ ശ്രീകൃഷ്ണ ഭഗവാൻ ചക്രായുധനായിട്ട് പാഞ്ഞടുക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ഭീഷ്മപിതാമഹൻ അമ്പും വെല്ലുമെല്ലാം തേർത്തട്ടിലിട്ടിട്ട് കൈകൾ കൂപ്പി സ്തുതിച്ചുകൊണ്ട് ഭഗവാനെ സ്വീകരിക്കുന്നുണ്ട്. അല്ലയോ ഭഗവാനെ, ഞാൻ അങ്ങയുടെ ഈ ദർശനത്തിന് വേണ്ടിയാണ് കാംക്ഷിച്ചത്. തന്നെയുമല്ല, അങ്ങയുടെ പ്രതിജ്ഞയെ ഉല്ലംഘിക്കുവാൻ അങ്ങയെ പ്രേരിപ്പിക്കും എന്നുള്ള എൻ്റെ പ്രതിജ്ഞ അവിടെ സത്യമായി ഭവിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് ആ പ്രതിജ്ഞകൾ എന്നുകൂടി അറിയുമ്പോഴേ നമുക്ക് കുറച്ചുകൂടി വ്യക്തത വരൂ എന്നതുകൊണ്ട് അതും കൂടി ഒന്നിവിടെ സൂചിപ്പിക്കാം. കൗരവ പാണ്ഡവ യുദ്ധം തുടങ്ങുന്ന ആ സമയം അടുത്തു നിൽക്കുമ്പോൾ ദ്രൗപദിക്ക് എന്തെന്നില്ലാത്ത ഒരു മനോവൈഷമ്യം. നാളെ തുടങ്ങാനിരിക്കുന്ന ഈ മഹാഭാരത യുദ്ധത്തിൽ വെച്ചിട്ട് എൻ്റെ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നുള്ള ഒരു ആകുലത ഭഗവാനോട് അറിയിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദ്രൗപദിയെ ഭീഷ്മപിതാമഹൻ്റെ പടകുടീരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഭീഷ്മപിതാമഹൻ്റെ പടകുടീരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ദ്രൗപദി തൻ്റെ പാദരക്ഷകൾ പുറത്ത് അഴിച്ചു വച്ചിരുന്നു. അപ്പോൾ അത് കണ്ട ഭഗവാൻ ആ പാദരക്ഷകൾ രണ്ടും കയ്യിലെടുത്ത് ദ്രൗപദിയുമായി ആ കുടീരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. ആ സമയം ഭീഷ്മപിതാമഹൻ ധ്യാനമഗ്നനായിരിക്കുകയായിരുന്നു. അപ്പോൾ ഭഗവാൻ നിർദ്ദേശിച്ചനുസരിച്ച് ദ്രൗപദി അഴിച്ചിട്ട മുടിയോടുകൂടി ശിരസ് കൊണ്ട് ഭീഷ്മപിതാമഹൻ്റെ പാദങ്ങളിൽ സ്പർശിക്കുന്ന വിധത്തിൽ നമസ്കരിച്ച് കിടന്നു. ഭഗവാൻ ഭീഷ്മപിതാമഹൻ്റെ പിന്നിലായും നിലയുറപ്പിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭീഷ്മപിതാമഹൻ ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു അഴിഞ്ഞ തലമുടിയോട് കൂടിയ സ്ത്രീരൂപം തൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കുന്നതാണ്. സാഷ്ടാംഗമല്ല, പഞ്ചാംഗം നമസ്കരിച്ച് കിടക്കുന്ന രംഗമാണ് കണ്ടത്. അത് കണ്ട ഭീഷ്മപിതാമഹൻ ഈ സ്ത്രീരൂപം ആരാണെന്ന് പോലും മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് സുമംഗലീഭവ എന്ന അനുഗ്രഹം നൽകി. അത് കഴിഞ്ഞ് ശിരസുയർത്തി നോക്കിയപ്പോഴാണത് പാഞ്ചാലിയാണ് എന്ന് പിതാമഹന് മനസ്സിലായത്. അപ്പോഴാണ് പിതാമഹന് തനിക്ക് പറ്റിയ അമളി ഓർത്ത് വിഷമിക്കേണ്ടി വന്നത്. അപ്പോൾ അദ്ദേഹം അല്പസമയം ചിന്തിച്ചു നോക്കിയപ്പോൾ ഈ ദ്രൗപദി ഇപ്രകാരം ഒരു വഞ്ചന തന്നോട് ചെയ്യാൻ സാധ്യതയില്ല. അതിൻ്റെ സൂത്രധാരൻ മറ്റാരെങ്കിലും ആയിരിക്കും എന്ന് കരുതി തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ സാക്ഷാൽ ഭഗവാനെ കാണുന്നു, ഭീഷ്മപിതാമഹൻ. അവിടെ വെച്ച് ഭീഷ്മപിതാമഹൻ പറയുകയാണ്, ഞാൻ അങ്ങയുടെ ശപഥത്തെ ഉല്ലംഘനം ചെയ്യാനായിട്ട് നിർബന്ധിതനാക്കും എന്ന ഒരു ശപഥം ഭീഷ്മപിതാമഹൻ എടുത്തു. ഭഗവാന്റെ ശപഥം എന്തായിരുന്നു എന്നാൽ, കൗരവ പാണ്ഡവ യുദ്ധത്തിൽ നിരായുധനായിട്ട് ഒരു സൈന്യത്തിൽ താനും നാരായണസേന മുഴുവൻ മറുസൈന്യത്തിലും ഉണ്ടാകും എന്ന് പറഞ്ഞ് അർജുനനും ദുര്യോധനനും ഓരോന്ന് വരിച്ചപ്പോൾ ആദ്യ അവസരം കിട്ടിയ അർജുനൻ ഭഗവാനെ മാത്രമാണ് വരിച്ചത്. നാരായണസേന അല്ല തനിക്ക് വേണ്ടത്, തനിക്ക് വേണ്ടത് ഭഗവാനെ തന്നെയാണ് എന്നാണ് അർജുനൻ പറഞ്ഞത്. അപ്പോൾ വളരെ സുശക്തമായിരിക്കുന്ന നാരായണസേനയെ ചുളുവിൽ തൻ്റെ അധീനതയിലായപ്പോൾ ദുര്യോധനൻ വളരെയധികം ആഹ്ലാദിച്ചു. ഈ നിരായുധനായിരിക്കുന്ന കൃഷ്ണനെ കിട്ടിയിട്ട് എന്താ കാര്യം?
ഈ നാരായണ സേന തന്നെയാണ് തനിക്ക് ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതി ദുര്യോധനനും വളരെ സന്തുഷ്ടനായി സ്വീകരിക്കുകയുണ്ടായത്. അപ്പോൾ ഈ യുദ്ധത്തിൽ താൻ ആയുധം എടുക്കില്ല എന്നുള്ള പ്രതിജ്ഞയെ ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കും എന്നുള്ള മറുപ്രതിജ്ഞ കൊണ്ട് ഭീഷ്മപിതാമഹനും അവിടെ ഒരു മത്സരമുണ്ടായി. ആ മത്സരത്തിലാണ് ഭഗവാൻ എപ്പോഴും ഭക്തൻ്റെ ദാസത്വം അല്ലെങ്കിൽ ദാസ്യഭാവം പ്രകടിപ്പിക്കാറുണ്ട് എന്നുള്ള ഈ ഒരു ഭക്തദാസതാം പ്രഥയൻ എന്നുള്ള പദം കൊണ്ട് ഇവിടെ മേൽപ്പത്തൂര് സൂചിപ്പിക്കുന്ന കഥ. ഏതായാലും ഭഗവാൻ എല്ലായ്പ്പോഴും തൻ്റെ ഭക്തന് ജയമുണ്ടാകണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം എല്ലായ്പ്പോഴും പ്രകടമാക്കാറുണ്ട്. കൽപ്പിത വിജയതൃവഹനെ സമരേ പരയൂഥകം സ്വദൈതതരം ശ്രീദാമാനമദത്ത പരാജിതോ ഭക്തദാസതാം പ്രഥയൻ. ഏവം ബഹുഷു വിഭൂമൻ ബാലേഷു വഹത്സു വാക്യമാനേഷു രാമവിജിത പ്രലംഭോ ജഹാരതം ദൂരതോ ഭവദ്ഭീത്യാ. ഏവം ബഹുഷു വിഭൂമൻ ബാലേഷു വഹത്സു വാക്യമാനേഷു രാമവിജിതഃ പ്രലംബഃ ജഹാരതം ദൂരതഃ ഭവദ്ഭീത്യാ. ഏവം ബഹുഷു വിഭൂമൻ ബാലേഷു വഹത്സു വാഹ്യമാനേഷു. ഈ ഒരു കളിയിൽ, ദ്വന്ദ്വയുദ്ധം എന്ന് പറയുന്ന കളിയിൽ ബഹുഷു ബാലേഷു വഹത്സു വാഹ്യമാനേഷു, പല കുട്ടികളും വഹിക്കുകയും വഹിക്കപ്പെടുകയും ഒക്കെ ചെയ്തു. അങ്ങനെയിരിക്കെ രാമവിജിത പ്രലംബ, ബലരാമൻ പ്രലംബാസുരനെ ജയിച്ചു. എന്നിട്ട് ജഹാരതം ദൂരതഃ ഭവദ്ഭീത്യ, ആ ബലരാമനെ ഈ പ്രലംബാസുരൻ വളരെയധികം ദൂരത്തേക്ക് എടുത്തുകൊണ്ടുപോയി. ഈ കുട്ടികൾ തങ്ങളുടെ കളിയിൽ വളരെയധികം മുന്നോട്ട് പോയപ്പോൾ പല കുട്ടികളും വഹിക്കുകയും വഹിക്കപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ ബലരാമനും പ്രലംബനും തമ്മിലാണ് മത്സരം വന്നത്. ബലരാമൻ ജയിച്ചപ്പോൾ പ്രലംബാസുരൻ ബലരാമനെ ചുമന്നുകൊണ്ട് പോകുന്ന ആ രംഗമുണ്ടായപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനിന് ഭയം ഉണ്ടായിരുന്ന പ്രലംബാസുരൻ ബലരാമനെയും വഹിച്ചുകൊണ്ട് വളരെ ദൂരം പോയി എന്നാണ് പറയുന്നത്. ഏവം ബഹുഷു വിഭൂമൻ ബാലേഷു വഹത്സു വാഹ്യമാനേഷു രാമവിജിത പ്രലംബോ ജഹാരതം ദൂരതോ ഭവദ്ഭീത്യാ. ത്വദ്ദൂരം ഗമയന്തം തം ദൃഷ്ട്വാ ഹരിനി വിഹിത ഗരിമഭരേ ദൈത്യസ്വരൂപമാഗാത് യദ്രൂപാ സഖി ബലോപി ചകിതോഭൂത്. ത്വദ്ദൂരം ഗമയന്തം തം ദൃഷ്ട്വാ ഹരിനി വിഹിത ഗരിമഭരേ ദൈത്യഃ സ്വരൂപമാഗാത് യദ്രൂപാ സഖി ബലഃ അപി ചകിതഃ അഭൂത്. ത്വദ്ദൂരം ഗമയന്തം തം ദൃഷ്ട്വാ. ഈ പ്രലംബാസുരൻ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് വളരെ ദൂരേക്കായിട്ട് പോകുന്നതായിട്ട് കണ്ട ഹലിനി ബലരാമൻ വിഹിത ഗരിമഭരേ, തൻ്റെ ശരീരത്തിൻ്റെ ഭാരം അങ്ങോട്ട് വർദ്ധിപ്പിച്ചു. അപ്പോൾ ഈ വർദ്ധിച്ച ബലരാമൻ്റെ ശരീരഭാരത്തെ താങ്ങാൻ വേണ്ടി ദൈത്യഃ സ്വരൂപമാകാ, പ്രലംബാസുരൻ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ കൈക്കൊണ്ടു. യദ്രൂപാ സഖി ബലഃ അപി ചകിതഃ അഭൂത്. ഈ പ്രലംബാസുരൻ്റെ യഥാർത്ഥ രൂപം കണ്ടപ്പോൾ ബലരാമൻ പോലും പേടിച്ചുപോയി. അപ്പോൾ ഇപ്രകാരം പല ഗോപന്മാരും വഹിക്കുകയും വഹിക്കപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ ബലരാമൻ പ്രലംബാസുരനെ തോൽപ്പിച്ചു. അപ്പോൾ പ്രലംബാസുരൻ ബലരാമനെയും എടുത്തുകൊണ്ട് സാധാരണ എല്ലാ കുട്ടികളും പോകുന്നതിനേക്കാൾ വളരെയധികം ദൂരേക്ക് പോയി. അതിന് കാരണം പ്രലംബാസുരന് ശ്രീകൃഷ്ണ ഭഗവാനോടുണ്ടായിരുന്ന ഭയമായിരുന്നു. ഇങ്ങനെ വളരെയധികം ദൂരേക്ക് തന്നെ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് മനസ്സിലായ ബലരാമൻ തൻ്റെ ശരീരത്തിൻ്റെ ഭാരം സ്വയം അങ്ങ് കൂട്ടി. തൻ്റെ തോളിൽ എടുത്ത് കൊണ്ട്
പോകുന്നതായ ഈ ബലരാമദേവന്റെ ഭാരം കൂടുന്നതായി മനസ്സിലാക്കിയ പ്രലംബാസുരൻ ആ ഭാരത്തെ താങ്ങുവാൻ കെൽപ്പുള്ളതായ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ കൈക്കൊള്ളുവാൻ നിർബന്ധിതനായി. ആ പ്രലംബാസുരന്റെ യഥാർത്ഥമായ സ്വരൂപം കണ്ടപ്പോൾ സാക്ഷാൽ ബലരാമൻ പോലും പേടിച്ചുപോയി എന്നാണ് പറയുന്നത്. ത്വദ്ദൂരം ഗമയന്തം തം ദൃഷ്ട്വാ ഹലിനി വിഹിത ഗിരിമഭരേ ദൈത്യസ്വരൂപമാഗാത് യദ്രൂപാ സഹി ബലോഭി ചകിതോഭൂത് ഉച്ചതയാ ദൈത്യതനോ ത്വന്മുഖമാലോക്യ ദൂരതോ രാമ വിഗതഭയോ ദൃഢമുഷ്ട്യാ വൃഷദുഷ്ടം സപതി പിഷ്ടവാനേനം. ഉച്ചതയാ ദൈത്യതനോഃ ത്വന്മുഖം ആലോക്യ ദൂരതഃ രാമഃ വിഗതഭയഃ ദൃഢമുഷ്ട്യാ വൃഷദുഷ്ടം സപതി പിഷ്ടവാൻ ഏനം. ഉച്ചതയാ ദൈത്യതനോഃ, ഈ ദൈത്യന്റെ തനു ശരീരം വളരെ ഉയർന്നതായി തീർന്നു. അപ്പോൾ ത്വന്മുഖം ആലോക്യ ദൂരതഃ രാമഃ, അപ്പോൾ ഈ പ്രലംബാസുരന്റെ തോളിൽ കയറിയിരിക്കുന്നതായ ബലരാമന് വളരെ ദൂരെ നിന്നും ശ്രീകൃഷ്ണ ഭഗവാനെ കാണുവാനായി സാധിച്ചു. ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടപ്പോൾ ബലരാമന് ഉണ്ടായിരുന്ന ഭയമൊക്കെ പോയി. വിഗത ഭയ. അപ്പോൾ ബലരാമൻ ദൃഢമുഷ്ടിയ, തൻ്റെ മുഷ്ടിയെ ചുരുട്ടിക്കൊണ്ട് വളരെ ദൃഢമായിട്ട് വൃഷദുഷ്ടം, ദുഷ്ടനായിരിക്കുന്ന ഈ പ്രലംബാസുരനെ സപതി പിഷ്ടവാൻ ഏനം. ഏനം പ്രലംബാസുരൻ, ഈ പ്രലംബാസുരനെ സപതി പിഷ്ടവാൻ, നന്നായി ഇടിച്ചു തലയിൽ. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നും ഭയം ഉള്ളവനായത് പ്രലംബാസുരൻ തൻ്റെ ശരീരം യഥാർത്ഥ സ്വരൂപം ആക്കിയപ്പോൾ അതിന് മുകളിലിരുന്ന ബലരാമന് ദൂരെ നിന്ന് പോലും ശ്രീകൃഷ്ണ ഭഗവാന്റെ മുഖം കാണുവാൻ സാധിച്ചപ്പോൾ മനസ്സിലുണ്ടായിരുന്ന ഭയം എല്ലാം പോയവനായ ബലരാമൻ ആ മഹാദുഷ്ടനായിരിക്കുന്ന പ്രലംബാസുരനെ തൻ്റെ ദൃഢമായ മുഷ്ടിയെ ചുരുട്ടിക്കൊണ്ട് നന്നായി ഇടിച്ചു എന്നാണ് പറയുന്നത്. ഉച്ചതയാ ദൈത്യതനോ ത്വന്മുഖമാലോക്യ ദൂരതോ രാമ വിഗതഭയോ ദൃഢമുഷ്ട്യാ വൃഷദുഷ്ടം സപതി പിഷ്ടവാനേനം. ഹത്വാ ദാനവവീരം പ്രാപ്തം ബലമാലിലിംഘിത പ്രേംണാ താവൻ മിളതോറിവയോ ശിരസി കൃതാ പുഷ്പവൃഷ്ടിരമരഗണൈഃ. ഹത്വാ ദാനവവീരം പ്രാപ്തം ബലം ആലിലിംഘിത പ്രേംണ താവത് മിളയോഃ യുവയോഃ ശിരസി കൃതാ പുഷ്പവൃഷ്ടിഃ അമരഗണൈഃ. ഹത്വാ ദാനവവീരം പ്രാപ്തം ബലം. അപ്പോൾ ദാനവശ്രേഷ്ഠനായിരിക്കുന്ന ഈ പ്രലംബാസുരനെ ഹനിച്ചിട്ട് തിരികെ എത്തിയ ബലരാമനെ പ്രേംണ ആലിലിംഗിത, ശ്രീകൃഷ്ണ ഭഗവാൻ സ്നേഹത്തോടു കൂടി ചെന്ന് ആലിംഗനം ചെയ്തു. അങ്ങനെ പരസ്പരം ആലിംഗനബദ്ധരായി നിൽക്കുന്ന രാമകൃഷ്ണന്മാരുടെ ശിരസിലോട്ട് താവൻ മിളതോഹോ യുവയോഹോ, ആ രണ്ടുപേരുടെയും ശിരസിലേക്ക് ശിരസി കൃതാഹ പുഷ്പവൃഷ്ടി അമരഗണൈഃ. അമരന്മാർ, ദേവന്മാര്, അവരുടെ കൂട്ടം ഈ രണ്ടുപേരുടെ ശിരസിലേക്ക് പുഷ്പവൃഷ്ടിയൊക്കെ നടത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രലംബാസുരനെ വധിച്ച് തിരികെ എത്തിയ ബലഭദ്രരെ വളരെ സ്നേഹത്തോടു കൂടി ശ്രീകൃഷ്ണ ഭഗവാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സമയത്ത് ദേവഗണങ്ങളൊക്കെ സന്തുഷ്ടരായിട്ട് അവരുടെ മേൽ പുഷ്പവൃഷ്ടി നടത്തി എന്നാണ് പറയുന്നത്. ഹത്വാ ദാനവവീരം പ്രാപ്തം ബലമാലിലിംഗിത പ്രേംണ താവൻ മിളതോറിവയോ ശിരസി കൃതാ പുഷ്പവൃഷ്ടിരമരഗണൈഃ. ആലംബോ ഭുവനാനാം പ്രാലംബം നിധനമേവമാരചയൻ കാലം വിഹായ സദ്യോ ലോലംബരുജേ ഹരേ ഹരേ ക്ലേശാൻ. ആലംബഃ ഭുവനാനാം പ്രാലംബം നിധനം ഏവം ആരചയൻ കാലം വിഹായ സദ്യഃ
ലോലംബരുജേ ഹരേ ഹരേ ക്ലേശാൻ. ആലംബോ ഭുവനാനാം, ഈ ഭുവനങ്ങൾക്കൊക്കെ ആലംബഭൂതനായിരിക്കുന്ന അല്ലയോ ഭഗവാനെ. പ്രാലംബം നിധനം ഏവമാരജയൻ, പ്രലംബാസുരന്റെ വധത്തെ ഇപ്രകാരം ആചരിച്ച അല്ലെങ്കിൽ ഇപ്രകാരം നിർവഹിച്ചവനായ അങ്ങ് കാലം വിഹായ സദ്യ, കാലം കളയാതെ പെട്ടെന്ന് തന്നെ ഹരേ ഹരേ ക്ലേശാൻ, എൻ്റെ ക്ലേശങ്ങളെയൊക്കെ ഹരിക്കണേ ശ്രീഹരേ. ലോലംബരുജേ, കരിവണ്ടൻ കാന്തിയാർന്ന അല്ലയോ മഹാവിഷ്ണു. അപ്പോൾ വളരെ മനോഹര രൂപത്തോടു കൂടിയിരിക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങ് ഈ പ്രലംബാസുരന്റെ വധം എല്ലാം വേണ്ട പോലെ നിർവഹിച്ചവൻ ഇരിക്കുന്നവനായ അങ്ങ് ഒട്ടും കാലം വൈകിക്കാതെ പെട്ടെന്ന് തന്നെ എൻ്റെ രോഗങ്ങളെയൊക്കെ തീർത്തു തരയണമേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നു ഭഗവാനോട്. ആലംബോ ഭുവനാനാം പ്രാലംബം നിധനമേവ മാരജയൻ, കാലം വിഹായ സദ്യോ ലോലംബരുജേ ഹരേ ഹരേ ക്ലേശാൻ.